കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഈ പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയി. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, പടം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു എന്തിനോ വേണ്ടി തിളപ്പിക്കാൻ വെച്ച സാമ്പാർന്ന്. അതേന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് വീണ്ടും പറഞ്ഞു ഇതൊരുമാതിരി പൈസ കൂടി സാമ്പാറായി പോയിന്ന്. അപ്പൊ പിന്നെ ഞാനായിട്ട് കുറയ്ക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇത് ഒരുമാതിരി 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നിട്ട് സാമ്പാർ പിടിച്ച് കഴിച്ചു വലയി പോയി. അല്ലാണ്ട് എന്ത് പറയാനാ. നല്ല കാസ്റ്റിംഗ്, നല്ല ഡയറക്ടർ, നല്ല മേക്കിംഗ് ആൻഡ് എഡിറ്റിംഗ്, ഇതെല്ലാം ഉണ്ടായിട്ടും സ്ക്രിപ്റ്റ്, അതായത് കഥ, അത് അലമ്പായി കഴിഞ്ഞാൽ അതിന് മാതിരി നല്ലൊരു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആക്കിയിട്ട് പിന്നെ ബർഗർ ബാറ്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതൊരു മാതിരി ഞാൻ വീഗൻ ബർഗറാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. ഇത്രയും നല്ല കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടായത്? അല്ല, പടം എടുക്കാൻ നമ്മൾ വലിയ എക്സ്പേർട്ട് ആയിട്ടൊന്നും അല്ല, പക്ഷെ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് വരുമ്പോ ഒരു മിനിമം എക്സ്പെക്ടേഷൻ അത് പ്രേക്ഷകർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർ പറയുന്നത് ഇത് ക്ലാസ് സാധനം എടുക്കാനാണ് ഉദ്ദേശിച്ചത്, മാസല്ലാതെ. അപ്പൊ ഈ ക്ലാസ് പടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഒരുപാട് ക്ലാസ് പടങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ നടന്മാരുടെ സ്റ്റാർഡത്തിന്റെ മേളില് അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ അല്ല പോയത്. വെറും കഥയുടെ മികവ് കൊണ്ടും പിന്നെ ഇവരുടെ അധ്വാനം കൊണ്ടും. ഓഫ് കോഴ്സ് നമ്മുടെ ഈ സ്റ്റാർസ് ആയിരിക്കുന്ന സ്റ്റാർസ് ആവുന്ന ഒരു റീസൺ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ആ ഒരു ആക്ടിങ്ങിന്റെ മികവ് കൊണ്ടും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോയത്. പക്ഷെ അതില്ലാണ്ട് വെറും ഒരു സ്റ്റാർസിനെ മാത്രം കൊണ്ടുവരുന്നു എന്നുള്ളൊരു പ്രൊമോഷൻ കൊടുത്ത് അത് ഇനീഷ്യലി അങ്ങനെ ഒരു ഹുക്ക് കൊടുത്ത് പ്രൊമോട്ട് ചെയ്തിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും അതിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, ഇത് നോർമൽ ആയിട്ടൊരു പടമാണ്, ക്യാരക്ടർ ഡ്രിവൻ പടമാണ് എന്ന് പറയണത് ഒരു സുഖമായിട്ടുള്ളൊരു ഏർപ്പാടല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയിന്ന്. അപ്പൊ അവസാനമായിട്ട് അവർ പറഞ്ഞു അതെ ഇത് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഒരു സംഭവമല്ല, ക്യാരക്ടർ ഡ്രിവൻ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് തടിവെപ്പാൻ നോക്കി. പിന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിയുണ്ട് നമ്മുടെ മമ്മൂട്ടി ഫൈറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മമ്മൂട്ടിക്ക് ഇപ്പോൾ പഴയ പോലെ ഫൈറ്റ്സ് ഒന്നും വർക്ക് ആവുന്നില്ല. പണ്ട് വലിയ കാര്യമായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ വളരെ ആരോഗ്യത്തിന്റെ പരിമിതികളും പിന്നെ പ്രായത്തിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് പഴയ പോലത്തെ മൂവ്മെന്റ്സ് ഒന്നും റെഡി ആവുന്നില്ല. അപ്പൊ അത് മറക്കാനായിട്ട് പുള്ളിക്കാരൻ്റെ എല്ലാ ഫൈറ്റ് സീൻസിലും ക്യാമറ ഇട്ടിട്ട് അസലായിട്ട് കുലുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിയില്ലല്ലോ. അയ്യോ, ചീസ് ലേശം മെൽട്ടായി പോയി, ലേശം കൂടുതൽ മെൽട്ടായി പോയി, സോറി. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എനിവേ, പക്ഷെ മോഹൻലാൽ ആണെങ്കിലോ അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ്. ആ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഹാൻഡിക്യാപ്റ്റ് ആക്ടിമാക്കി അതിൻ്റെ അകത്തേക്ക്. സൂപ്പർ, അടിപൊളി, നല്ല വിഷയം. പിന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇടയില് ഒരു മിഞ്ഞാരം പോലെ ഒരു നയൻതാര ഇങ്ങനെ പോയി കളിക്കുന്നത് കാണാം. പിന്നെ ഫഹദ് കുഞ്ചാക്കോവൻ, ഇവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പറയത്തക്കതായിട്ട് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. എനിവേ, totally disappointed, not in this but in the movie. ഇതല്ല, ദിസ് ഇസ് വാട്ട് സാറ്റിസ്ഫാക്ഷൻ ലുക്സ് ലൈക്ക്. എല്ലാ നല്ല ഇൻഗ്രീഡിയൻസ് പക്കയായിട്ട് വന്നിട്ട് കറക്റ്റ് കുക്കിംഗ് ആൻഡ് വേവിങ്. ചീസ് കുറച്ച് ഓവർ മെൽട്ടായിട്ട് ഐ ടേക്ക് ദ ബ്ലെയിം. എനിവേ, അപ്പോൾ അങ്ങനെ വന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ. ലെറ്റ് സീ ദാറ്റ്. സോ ജ്യൂസി. ചില നിരാശകൾ മാറണമെങ്കിലേ നിങ്ങളുടെ ചില ഡോപ്പമിൻ നമുക്ക് കിട്ടണം, അപ്പോൾ ശരിയാവും. എനിവേ, അടുത്ത എപ്പിസോഡിൽ വേറൊരു ഡിഷുമായിട്ടും പറ്റിയാൽ വേറൊരു സിനിമേന്റെ റിവ്യൂവുമായിട്ട്, റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു റാൻറ്റോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.